ഞാൻ ബീന വിനോദ്. എൻ്റെ വീട് തലയോലപ്പറമ്പ് വടകരയാണ്. ഞാൻ അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ 2023 ജൂൺ 5-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യം ഉടമ്പടി വെച്ചത് എൻ്റെ വീടിൻ്റെ ജപ്തി ഉണ്ടായിരുന്നു. ജപ്തിക്ക് വേണ്ടിയാണ്, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിനു മുമ്പായിട്ട് ഞങ്ങൾക്ക് വീടോ സ്ഥലമോ ഇല്ലായിരുന്നു. ഞങ്ങൾ അച്ഛൻ്റെ വീതത്തിൽ ഞങ്ങൾ തറവാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ 2018 നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്ത് തറവാട് വീടിൻ്റെ മേളിൽ ഒരു മരം വന്ന് വീഴുകയും അവിടുന്ന് അനിയനും ഭാര്യയും വേറെ മരം വന്ന് വീണ് വീട് ഷീറ്റ് പൊട്ടിപ്പോയത് അവരവിടുന്ന് വാടകയ്ക്ക് മാറിപ്പോവുകയും ചെയ്തു. അതിനുശേഷം അമ്മയും അച്ഛനും തനിച്ചായതുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് മാറുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചുപോയി. പിന്നെ അമ്മ മാത്രമായി. പിന്നെ ഞങ്ങളവിടെ താമസമായി. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു മോനും ഉണ്ട് എനിക്ക്. ഞങ്ങളും അമ്മയുടെ കൂടെ ഞങ്ങൾ 4 പേരുമാണ് താമസിക്കുന്നത്. ഞങ്ങളങ്ങനെ ഇരിക്കെ ഈ അനിയൻ്റെ കല്യാണത്തിന് വേണ്ടി തറവാട് വീട് ആധാരം പണയം വെച്ചിട്ടുണ്ടായിരുന്നു. ആധാരം പണയം വെച്ചിട്ട് കല്യാണത്തിന് ശേഷം അവൻ ആധാരം എടുത്തോളാം, ഗോൾഡ് വെച്ചിട്ട് ആധാരം തിരിച്ചെടുത്തോളാം എന്നും പറഞ്ഞ വ്യവസ്ഥയിലാണ് ഗ്രാമീണ വികസന ബാങ്കിൽ ആധാരം വെച്ചത്. അതിനുശേഷം പൈസ എടുത്തിട്ട് അവൻ കല്യാണം കഴിഞ്ഞ ശേഷം 3-4 വർഷം കഴിഞ്ഞിട്ടും ആധാരം തിരിച്ചെടുത്തില്ല. അതിനുശേഷം ബാങ്കിൽ നിന്ന് വിളി വന്നു. ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നു, ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലാണ് ആധാരം വച്ചത്. ആധാരം വെച്ചിട്ട് അനിയനും അമ്മയും സാക്ഷിയായിട്ട് ഒപ്പിട്ടതേ ഉള്ളൂ. നോട്ടീസ് വരുമ്പോൾ മുഴുവൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലാണ് വരുന്നത്. അങ്ങനെ ബാങ്കിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാങ്കുകാർ വന്ന് പറഞ്ഞ് ഞങ്ങളിത് ജപ്തി ചെയ്യും, നിങ്ങൾ എന്നില്ല പലിശ അടച്ച് വെക്കണം, അല്ലെങ്കിൽ പൈസ കംപ്ലീറ്റ് അടച്ച് തീർക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ 2 ലക്ഷം രൂപ പോരാഞ്ഞിട്ട് ഒരു ലോണിൽ വെച്ച് 3 ലക്ഷമാക്കി 2 ലോണാക്കിയാണ് വെച്ചിരുന്നത്. അത് ഞങ്ങൾക്ക് അടയ്ക്കാൻ രക്ഷയില്ലാഞ്ഞിട്ട് ഞങ്ങളുടെ പല അമ്പലങ്ങളിലും, ഞങ്ങൾ ഹിന്ദുക്കളാണ്, പല അമ്പലങ്ങളിലും പള്ളികളിലും, അതായത് മുസ്ലിം പള്ളികളിൽ വരെ ഞങ്ങൾ പോയി. ഉസ്താദുമാരുടെ അടുത്ത് പോയി. അവർ കുറച്ച് അതും ഇതൊക്കെ തന്ന്, കുറച്ച് കുന്തിരിക്കയൊക്കെ തന്ന് ഞങ്ങളതിട്ട് പുകച്ച് കുറച്ച് കൊതുക് പോയതല്ലാണ്ട് വേറെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നോർത്തിങ്ങനെ ഇരുന്നപ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് ഞങ്ങളുടെ അടുത്തൊരു ചേച്ചി പറഞ്ഞ്, ചേച്ചിയുടെ വന്നിട്ടുണ്ട്. ചേച്ചി തന്നെ എന്നെ ചേച്ചിയുടെ 2 വീലറിലാക്കി ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ആദ്യം വെച്ചത് ജപ്തിക്ക് വേണ്ടി വെച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് സ്വന്തമായി വീട് സ്ഥലവുമില്ല. ഈ തറവാട് വീടാണെങ്കിൽ 8 സെൻറ്റ് സ്ഥലമുണ്ട്. അവർ 4 മക്കളുമുണ്ട്. ഈ 4 മക്കളാകുമ്പോഴേ ഈ 2 സെൻറ്റ് സ്ഥലത്ത് വീട് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അതിന് മുമ്പ് തന്നെ പഞ്ചായത്ത് ഞങ്ങൾ അപേക്ഷ കൊടുത്തപ്പോഴത്തേനും ഞങ്ങൾക്ക് അമ്മയുടെ കൂടെ താമസിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സ്ഥലം കിട്ടില്ല എന്ന് പറഞ്ഞു. അത് കാരണം അതിന് മുമ്പ് തന്നെ മോന് പഠനമുറിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് പ്രൂഫുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രൂഫുകൾ കൊടുത്തതിന് ശേഷം അതിനുശേഷം പറഞ്ഞ് അതും കിട്ടത്തില്ല, സ്ഥലവും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് വിട്ടു. അമ്മയുടെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് നമുക്ക് വേണ്ട എന്നോർത്ത് ഞങ്ങളത് വിട്ടു. ഞങ്ങളങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കൃപാസനത്തിൽ അറിഞ്ഞ് ഞാനിവിടെ വന്ന് സ്ഥലത്തിന് ജപ്തിക്ക് വെച്ചു, സ്ഥലത്തിന് വെച്ചു. പിന്നെ ഞങ്ങൾക്ക് സ്ഥിരമായൊരു വരുമാനത്തിന് വേണ്ടിയും വെച്ചു. ആദ്യം എനിക്ക് ഉടമ്പടി എടുത്ത് ഞാൻ പോയതിന് ശേഷം ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത്, ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് വീടിന് നേരത്തെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ഥലത്തിന് വേണ്ടി. അപ്പോൾ ബ്ലോക്കിൽ നിന്ന് ഓഫീസർ വിളിക്കുകയാണ്, നിങ്ങൾക്ക് സ്ഥലം അനുവദിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് വന്ന് സ്ഥലം നോക്കിക്കോ എന്നും പറഞ്ഞാണ് ഞങ്ങളെ വിളിച്ചത്. പ്രൂഫൊക്കെ നേരത്തെ കൊടുത്തത് മാത്രം മതി, നിങ്ങൾ സ്ഥലം നോക്കിക്കോളാൻ പറഞ്ഞ് വിളിച്ചത്. ഞങ്ങൾ ചെന്ന് സ്ഥലം 2 ലക്ഷം രൂപ മേളിലാണ് നമുക്കൊരു സെൻറ്റ് സ്ഥലത്തിനൊക്കെ അവിടെ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഇനി എന്ത് ചെയ്യും? ബ്ലോക്കിൽ നിന്ന് കിട്ടുന്ന 3.25 ലക്ഷം രൂപ 75,000 രൂപ സെൻറ്റിന് വെച്ചിട്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? നമുക്ക് വേറെ എടുക്കാനുമില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഇനി എന്ത് ചെയ്യും? ഈ മാതാവ് തന്നെ ആ ബ്ലോക്കിൽ നിന്ന് കിട്ടുന്ന എത്രയാണോ അത്രയും വരയ്ക്ക് എനിക്ക് 5 സെൻറ്റ് സ്ഥലമുണ്ട്, 5 സെൻറ്റ് സ്ഥലം മാതാവ് തന്നെ ഞങ്ങൾക്ക് കണ്ടെത്തി തന്നെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ പിന്നീടും ബ്ലോക്കിൽ നിന്ന് ഓഫീസർ വിളിച്ചു, പെരുവേ കുറച്ച് സ്ഥലം കൊടുക്കാണ്ട് നിങ്ങളൊന്ന് വന്ന് നോക്കിയിട്ട് പറ്റുമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും 5 സെൻറ്റ് സ്ഥലം ഈ 75,000 രൂപയ്ക്ക്
3.25 ലക്ഷം രൂപയ്ക്ക് 5 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് 75,000 രൂപ സെൻറ്റിന് വെച്ചിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം ലഭിച്ചു. ആ സ്ഥലം കണ്ട 5 സെൻറ്റ് സ്ഥലം അത് 3.25 ലക്ഷം രൂപയ്ക്ക് തന്നതെന്ന് ആരും പറയില്ല. അത്രയ്ക്ക് നല്ല സ്ഥലം. ഞങ്ങൾക്ക് അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെയായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് മേടിച്ചു. ഈ ബ്ലോക്കിൽ നിന്ന് തന്നെ ആൾക്കാർ തന്നെയാണ് ആ സ്ഥലത്തിൻ്റെ പകുതി മേടിച്ചത്. പക്ഷേ ഞങ്ങളുടെ സ്ഥലം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വിലയ്ക്ക് തന്ന എല്ലാവരും ചോദിച്ചു, ഈ വിലയ്ക്ക് കിട്ടിയതാണോ എന്ന്. ഞാനിവിടുന്ന് കൊണ്ടുപോയ ഉപ്പ്, മാതാവിൻ്റെ ഉപ്പ്, വെഞ്ചരിച്ച ഉപ്പ് ആ സ്ഥലത്തിൻ്റെ എല്ലാ മൂലയിലും കൊണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. അതിനുശേഷം ഈ അനിയൻ ഞങ്ങളോട് മിണ്ടത്തില്ല. അവൻ പറഞ്ഞ് അവൻ പൈസ എടുത്തിട്ടില്ല, ചേട്ടനാണ് പൈസ എടുത്തേക്കണത് എന്നും പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ കംപ്ലീറ്റ് കൂടി. എല്ലാവരും കൂടി ഞങ്ങളും ഒറ്റപ്പെട്ട്. അപ്പം ഞങ്ങൾ നാട്ടുകാർ മുമ്പ് ഞങ്ങൾ കള്ളിയായി. അങ്ങനെയായി ഞങ്ങൾ പോയി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ്, ഈ അനിയൻ തന്നെ വന്നിട്ട് ഞാൻ പൈസ അടച്ചോളാം എന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് പറയണം എന്നും പറഞ്ഞും കൂടെ ഇട്ട് ഞാൻ 3ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ അവൻ വീട്ടിൽ വന്ന് പറഞ്ഞു, ഞാൻ പൈസ വന്ന് അടച്ചോളാം, എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ നമുക്ക് പോയി തിരക്കാമെന്ന് പറഞ്ഞ് അവൻ വന്ന്. അപ്പോൾ റവന്യൂ റിക്കവറി വന്ന് ഈ സ്ഥലം മൊത്തം അളന്നായിരുന്നു. അവൻ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞ് അവൻ ഒരു ലോൺ അടച്ച് ക്ലോസ് ചെയ്ത് ഒരു ലോണ് അവൻ അടച്ചുകൊണ്ടേയിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ സ്ഥിര വരുമാനം എന്ന് വെച്ചാൽ ഞാൻ വീടുകളെല്ലാം ഫുൾ കംപ്ലീറ്റ് എടുത്തിട്ട് മെഷീനൊക്കെ ഉപയോഗിച്ച് ഫുൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ്. ഞാനൊരു കമ്പനി പോയാണ് പഠിച്ചത്. അത് ഞാൻ സ്വന്തമായി ഇടാൻ വേണ്ടി ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ കുറച്ച് പേരെ വെച്ച് ഞാൻ സ്വന്തമായി തുടങ്ങി. ആദ്യമൊന്നും വലിയ ഇതായിട്ട് പോയില്ല. എന്നാലും ഈ ഓണത്തോടനുബന്ധിച്ച് എനിക്ക് വർക്കുകൾ വന്നു തുടങ്ങി. അതിനുപരി തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് പുറത്തോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, വിദേശത്ത് ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോള് ഖത്തറിലുണ്ട്. അവൾ വന്ന് പറഞ്ഞ് ഇങ്ങനൊരു വേക്കൻസി വന്നിട്ടുണ്ട്, ക്ലീനിങ്ങിൻ്റെ തന്നെയാണ്. എനിക്ക് ആഗ്രഹവും ഞാൻ വെച്ചതും അത് തന്നെയാണ്. മാതാവിൻ്റെ അടുത്ത് പറഞ്ഞതും ഞാൻ ആ ഒരു ജോലിക്ക് വേണ്ടിയാണ് അങ്ങ് പറഞ്ഞു. അപ്പോൾ എനിക്കത് മാതാവ് അനുഗ്രഹിച്ചിട്ട് എനിക്ക് വിദേശത്ത് പോകാനൊരു ഇത് വന്നിട്ടുണ്ട്. ഈ 7-ാം തീയതി ഞാൻ പോകും. അതിന് മുമ്പ് വന്ന് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അച്ഛനെ കാണണമെന്നുണ്ടായിരുന്നു, അച്ഛനെ കാണാൻ പറ്റിയില്ല. അതിന് മുമ്പ് തന്നെ ഈ അച്ഛനെ കണ്ടായിരുന്നു. ഞാൻ ഈ സ്ഥലത്തിന് വേണ്ടി, സ്ഥലം വിറ്റ് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ അച്ഛനെ കണ്ടത്. ഇനിയിപ്പോൾ വിറ്റേക്കാം, ഇനിയിപ്പോൾ ആരും ബാങ്കുകാർ എടുക്കണേ, ഇപ്പോൾ അത് വിറ്റ് കളയണമല്ലേന്ന് ഓർത്ത് ഞങ്ങൾ അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ എനിക്ക് ഒരു ലോക്കറ്റ് വെഞ്ചരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആ ലോക്കറ്റ് കുറച്ച് നാൾ ഞാൻ കഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഒന്ന് മുറ്റത്ത് കുഴിച്ചിട്ടാലെന്താന്ന്. അപ്പോൾ ഞാൻ ഇത് പ്രാർത്ഥിച്ചിട്ട് കുഴി എടുത്തിട്ട് ഞാൻ ആ കുഴി ഇങ്ങനെ മൂടി. അപ്പോൾ അച്ഛൻ പറഞ്ഞ് 75 ആഴ്ചയ്ക്കുള്ളിൽ വിൽക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കത് വിൽക്കേണ്ട വന്നില്ല. അവൻ വന്ന് തന്നെ ലോൺ അടച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും ആയി. ഈ 7-ാം തീയതി ഞാൻ വിദേശത്ത് പോവാണ്. പിന്നെ പ്രേക്ഷകപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം വിതരണം ചെയ്യും. ഇവിടെ നിന്ന് കൊണ്ടുപോയി കല്ലൂർ പള്ളിയിലും പിന്നെ നമ്മുടെ ആശുപത്രിയിലും അങ്ങനെ ഇവിടെയൊക്കെ ഞാൻ കൊടുക്കും. കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് കയ്യിലുള്ളതുപോലെ ഞാൻ കൊടുത്ത് എല്ലാവരെയും സഹായിക്കാറുണ്ട്. ഇത്രയും പറഞ്ഞ് പിന്നെ മാതാവിനും തിരുകുമാരനും കോടാനുകൂടെ നന്ദി പറഞ്ഞ് നിർത്തുന്നു. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ലൂക്ക 1:37-38 തിരുവചനങ്ങൾ അരുളി ചെയ്യുമ്പോൾ ആ തിരുവചനങ്ങൾ ആദ്യം കേട്ട് അതിന് ആമേൻ പറഞ്ഞത് പരിശുദ്ധ അമ്മ തന്നെയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അസാധ്യമായിരുന്ന കാര്യം ആ കുടുംബത്തിൻ്റെ ഏറ്റവും അവർക്ക് ദുരിതപൂർണമായി അവരുടെ ജീവിതത്തിൽ മാറുമായിരുന്ന ഒരു കാര്യം, അതിനും അമ്മ തന്നെയാണ് ആദ്യം